എല്ലാവർക്കും സൗമ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കോവയ്ക്ക അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇത് നല്ലൊരു ടേസ്റ്റുള്ള അച്ചാറാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ഒരു കറുമുറുന്നുള്ള ഒരു അച്ചാറും കൂടിയാണ്, കാരണം ആ ഒരു കോവയ്ക്ക കടിക്കാൻ കിട്ടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ നമ്മൾ വിശദമായ അച്ചാറിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം മിസ്സാവാതെ കാണാൻ വേണ്ടി ആ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കോവയ്ക്കാണ്. സോ ഇവിടെ 1/4 കിലോ കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കോവയ്ക്ക നന്നായിട്ട് കഴുകി ഇതുപോലെ നീളനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം, നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്യേണ്ടതാണ് സൗകര്യം വെച്ചെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിലിപ്പോൾ പഴുത്തതും ഉണ്ട്, നല്ല മൂക്കാത്ത കോവയ്ക്കുണ്ട്. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല, പഴുത്തതാണെങ്കിലും കുഴപ്പമില്ല, അധികം മൂക്കാത്തതായാലും കുഴപ്പമില്ല. ഈ അച്ചാറിന് ഏതായാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്, ആവശ്യത്തിന് ഉപ്പ് ഇടുകയാണ്. കാരണം ഇതിൽ കുറച്ച് ആ ഒരു വെള്ള നനവുണ്ടാവും. അപ്പോൾ ആ വെള്ള നനവ് പോകണം, ആ വെള്ളമൊക്കെ ഒന്ന് പോകണം, എന്നാലേ അച്ചാർ ശരിയാവുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കാരണം അതിൽ ആ ഒരു എക്സ്ട്രാ ഒരു വെള്ളം ഉള്ളത് അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ പുരട്ടി വെയിലത്ത് വെക്കുന്നത്. കാരണം ആ ഒരു വെള്ളം നനവുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് ചീത്തയാവും, പിന്നെ അച്ചാറിന് അധികം ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ വെയിലത്ത് ഒരു 2 to 3 മണിക്കൂർ നേരം ഒന്ന് വെച്ചെടുത്താൽ മതി. അതിലത്തെ വെള്ളം എല്ലാം പൊക്കോളും, കുറച്ചൊന്ന് ഡ്രൈ ആവുകയും ചെയ്യും. അപ്പോൾ നമുക്കത് വെയിലത്ത് വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഈ അച്ചാറിന് വേണ്ടിയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ പൊടി ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ഉലുവ ചേർക്കുകയാണ്. എന്നിട്ട് ഉലുവ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 ടീസ്പൂൺ കടുകും കൂടിയും ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് ഈ അച്ചാർ മസാലയ്ക്ക് ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ: ഉലുവ, പെരിഞ്ജീരകം, കടുക്. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം അത് ചൂടാറിയിട്ട് നമുക്കൊന്ന് ഒരു തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് ചൂടാറാൻ വയ്ക്കാം, എന്നിട്ട് അതിന് ശേഷം ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഫൈൻ പൗഡർ ആക്കണ്ട. ഇപ്പോൾ അതേ 2 to 3 മണിക്കൂർ വെയിലത്ത് വെച്ചെടുത്ത കോവയ്ക്കാണിത്. അപ്പോൾ അതിലത്തെ ഒരു വെള്ളം നനവെല്ലാം പോയിട്ട് ഒരുവിധം കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. സോ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ നല്ലെണ്ണ നമുക്ക് ആവശ്യത്തിനൊരു 1/4 കപ്പ് നല്ലെണ്ണ ഒഴിക്കാൻ കുഴപ്പമില്ല. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടാവണം. ആ ഒരു പുക വരുന്ന ആ ഒരു പാകമുണ്ടല്ലോ, എണ്ണ നന്നായിട്ട് ചൂടാണെന്ന് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ചൂടായതിന് ശേഷം നമ്മുടെ കോവയ്ക്ക അതിലേക്ക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇതുപോലെ 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന അച്ചാറിൻ്റെ പൊടി, അതായത് ഉലുവ, പെരിഞ്ജീരകം, കടുകും കൂടിയിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 നുള്ള് കായം ചേർത്തിട്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യത്തിന് ഇവിടെ സാധാരണ മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ ആ ഒരു കളറിന് വേണ്ടിയിട്ട് കശ്മീരി മുളക് പൊടി 1 ടീസ്പൂണും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഇതിപ്പോൾ നന്നായിട്ട് പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിൽ ആ ഒരു പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ചൂടോട് കൂടിയിട്ടാണ് എല്ലാം ഇടുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് ആ ഒരു ചൂടൊന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു അച്ചാർ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാം. ഇത് അത്ര പെട്ടെന്നൊന്നും ചീത്തയാവില്ല, കാരണം ഇതിൽ നമ്മൾ വെള്ളം നനവോ ഇല്ല, തീരെ വെള്ളത്തിൽ ഉപയോഗിച്ചിട്ടുമില്ല. അത് കാരണം ഇത് നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കറുമുറായിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.